UDFിലെ ധാരണയനുസരിച്ചാണ് കോൺഗ്രസ് പ്രതിനിധിയായിരുന്ന കെ ചോദി കടപ്പളാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. UDFിൽ കേരള കോൺഗ്രസും കോൺഗ്രസും തമ്മിലാണ് ധാരണയുണ്ടാക്കിയിരുന്നത്. 2.5 വർഷക്കാലം വീതമാണ് ഇരു മുന്നണികൾക്കും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ പങ്കുവയ്ക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ ചന്ദ്രൻ UDF ധാരണയനുസരിച്ച് രാജിവെച്ച് ഒഴിഞ്ഞ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രതിനിധിയായിരുന്ന കെ ചോദി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കിഴക്കേ മാറിടം വാർഡിനെയാണ് കെ ചോദി പ്രതിനിധാനം ചെയ്യുന്നത്. 57കാരനായ കെ ചോദി 4ാം ക്ലാസ് വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. കൂലിപ്പണിക്കാരനാണ്. വൈസ് പ്രസിഡന്റായിരുന്ന ശ്രീദേവി മുരളീധരനാണ് രാജിവെച്ച് ഒഴിഞ്ഞത്. പഞ്ചായത്ത് 1ാം വാർഡായ നെച്ചിമറ്റം വാർഡിൽ നിന്നായിരുന്നു ശ്രീദേവി മുരളീധരൻ വിജയിച്ചത്. ശ്രീദേവി മുരളീധരൻ രാജിവെച്ച് ഒഴിഞ്ഞ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇട്ടിയപ്പാട വാർഡിൽ നിന്ന് വിജയിച്ച മേരി ലൂക്കോസാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വീട്ടമ്മയായ മേരി ലൂക്കോസ് PDC വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. 59കാരിയായ മേരി ലൂക്കോസ് കേരള കോൺഗ്രസ് M പ്രതിനിധിയാണ്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ കേരള കോൺഗ്രസും കോൺഗ്രസും പരസ്പരം മാറി മാറി ഭരിക്കുന്ന സാഹചര്യമാണ് കടപ്പളാമറ്റം പഞ്ചായത്തിൽ നിലനിൽക്കുന്നത്. 13 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ 1, 2, 6, 8, 12 വാർഡുകളാണ് കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്നത്. 3, 4, 5, 7, 9 വാർഡുകളാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രതിനിധാനം ചെയ്യുന്നത്. 10ാം വാർഡായ LP സ്കൂൾ വാർഡിൽ KP ടോമി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് വിജയിച്ചത്. 11ാം വാർഡായ വയലായിൽ JSS പ്രതിനിധിയും 13ാം വാർഡായ നെല്ലിക്കുന്നിൽ ത്രേസ്യാമ സെബാസ്റ്റ്യൻ CPM പ്രതിനിധിയുമായും സേവനം ചെയ്തു വരുന്നു.